നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 165 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു. ഇന്ന് നമുക്ക് 166 ശ്ലോകം വായിക്കാം. ശ്രീപാദം വാഴ്ക വാമാലയ നിലയ ഭവൽ ശ്രീപദാംഭോരുഹത്തെ ശ്രീനാമം കൊണ്ടു നിത്യം നിരവധി പരമാനന്ദമൂർത്തേ നിഷേവേ. ശ്രീമൂർത്തിം കണ്ടു കണ്ടാത്മനി സതതമുറപ്പിച്ചു ദേഹം ത്യജിച്ചിട്ടീ മൂർത്തിക്കൈക്യമേ കീടുക ഗുരു കരുണാവാരിധേ വാരിജാക്ഷ. ഇവിടെ വാമാലയ നിലയ, ഇടത്തുപുറത്തപ്പ എന്നാണ് വിളിക്കുന്നത്. അവിടുത്തെ ശ്രീപാദം വാഴ്ക, ഐശ്വര്യയുക്തമായ ആ കാലടികൾ വാഴട്ടെ, ജയിക്കട്ടെ എന്നർത്ഥം. ഭവൽ ശ്രീപദാംഭോരുഹത്തെ, അവിടുത്തെ ആ പാദപത്മങ്ങളെ നിത്യം ശ്രീനാമം കൊണ്ട് നിരവധി നിഷേവേ, നിത്യവും എല്ലാ ദിവസവും ആ തിരുനാമസ്തുതി കൊണ്ട് നിരവധി തവണ ഞാൻ സേവിക്കുന്നു. പരമാനന്ദമൂർത്തേ എന്ന് വെച്ചാൽ ആനന്ദ സ്വരൂപമായ ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. ശ്രീമൂർത്തിം കണ്ടുകൊണ്ട്, ഐശ്വര്യയുക്തമായ ആ രൂപത്തെ കണ്ടുകണ്ട്, ആത്മനി സതതം ഉറപ്പിച്ച്, ആത്മാവിൽ അല്ലെങ്കിൽ മനസ്സിൽ സതതം എല്ലായ്പ്പോഴും ഉറപ്പിച്ച്, ദേഹം ത്യജിച്ചിട്ട്, ഈ ശരീരം ത്യജിക്കുന്ന ഈ മൂർത്തിക്കൈക്യമേകിയിടുക. ഇവിടെ ഈ മൂർത്തിക്ക് എന്ന് വെച്ചാൽ ഈ രൂപത്തിന്, എനിക്ക് എന്നർത്ഥം. എനിക്ക് അവിടത്തോട് ഐക്യത്തെ നൽകണം എന്ന് വെച്ചാൽ അങ്ങയുടെ ആ രൂപത്തില് എൻ്റെ രൂപത്തെ ലയിപ്പിക്കണം, സായുജ്യം നൽകണം എന്നാണ് പറയുന്നത്. ഗുരു കരുണാവാരിധേ വാരിജാക്ഷ, ഏറ്റവും കാരുണ്യവാരിധിയായ കരുണാസമുദ്രമായ വാരിജാക്ഷ, താമരക്കണ്ണ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ആ കാരുണ്യം നിറഞ്ഞൊഴുകുന്ന ആ താമരക്കണ്ണനെ വിളിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അവിടുത്തെ ആ രൂപം മനസ്സിൽ എല്ലായ്പ്പോഴും തോന്നാനും, ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് തന്നെ മരണം സംഭവിക്കാനും, അങ്ങനെ മരണം സംഭവിച്ചാൽ അങ്ങയുടെ രൂപത്തിൽ തന്നെ വിലയം പ്രാപിക്കാനും സാധിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. ഭൂഷാവർണാദിയാലീ ഭുവനമഖിലവും ഹന്തമോഹിച്ചു രാഗദ്വേഷാപൂർണം വിഘൂർണം ശിവ ശിവ പറയാവല്ലമായാവിലാസം. ഭാഷാകർണാമൃതം മേ സുഹൃതമിതു സദാ നാവുകൊണ്ടാസ്വദിച്ചാൽ നൂഴാകർമാവലി വല്ലികളിലുടനവൻ പിന്നെ മുന്നേതുപോലെ. ഭൂഷാവർണാദിയാൽ ഈ ഭുവനം അഖിലവും, ഭൂഷ എന്ന് വെച്ചാൽ അലങ്കാരം, അലങ്കാരങ്ങൾ, വർണ്ണങ്ങൾ, ആകൃതി ഇത്യാദികളെ കൊണ്ട് ഈ ലോകം മുഴുവനും ഹന്ത കഷ്ടം, രാഗദ്വേഷാപൂർണം മോഹിച്ച് വിഘൂർണം, രാഗദ്വേഷാദി മായയാൽ ചുറ്റപ്പെട്ട് വിഘൂർണമായി തീർന്നു. ശിവ ശിവ പറയാവല്ല മായാവിലാസം, കഷ്ടം കഷ്ടം. ഈ ഭഗവാന്റെ മായാവിലാസത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ഭാഷാകർണാമൃതം മേ സുഹൃതമിതു സദാ നാവുകൊണ്ട് ആസ്വദിച്ചാൽ, എന്നാൽ വളരെ ശ്രദ്ധിച്ച് ഭാഷയിൽ, മലയാള ഭാഷയിൽ ചെയ്ത ഈ കർണാമൃതം, അതായത് ചെവികൾക്ക് അമൃത തുല്യമായ ഇത് സദാ നാവുകൊണ്ട് ആസ്വദിച്ചാൽ, എല്ലായ്പ്പോഴും നാവുകൊണ്ട് ആസ്വദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊല്ലിയാൽ, നൂഴാ കർമാവലി വല്യകളിൽ ഉടൻ അവൻ പിന്നെ മുന്നേതുപോലെ, പിന്നെ അവൻ ആ അങ്ങനെ കീർത്തിക്കുന്ന ആള് മുന്നേതുപോലെ
ഉടൻ കർമാവലി വല്ലികളിൽ നൂഴ. മുൻപത്തെ പോലെ എന്ന് വെച്ചാൽ മുൻപ് അനുഭവിച്ചിരുന്നത് പോലെ കർമ്മ സഞ്ചയങ്ങളുടെ ആ വള്ളികളിലൂടെ നുഴഞ്ഞു പോകേണ്ടി വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ പ്രാരബ്ധങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും എന്നർത്ഥം. അതായത് പൂന്താനം തിരുമേനി രചിച്ച ഈ മലയാളത്തിലുള്ള ശ്രീകൃഷ്ണ കർണാമൃതം ഭക്തിയോടുകൂടി ജപിക്കുന്നവന് പിന്നെ കർമ്മ പ്രാരാബ്ധങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 2 ശ്ലോകങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ശ്രീകൃഷ്ണ കർണാമൃതം അവസാനിക്കുകയായി. ഇന്ന് വായിച്ചിട്ടുള്ള ഈ 2 ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ശ്രീപാദം വാഴ്കവാമാലയ നിലയ ഭവൽ ശ്രീപദംഭോരുഹത്തേ ശ്രീനാമം കൊണ്ടു നിത്യം നിരവധി പരമാനന്ദമൂർത്തേ നിഷേവേ. ശ്രീമൂർത്തിം കണ്ടു കണ്ടാത്മനി സതതമുറപ്പിച്ചു ദേഹം ത്യജിച്ചിട്ടീ മൂർത്തിക്കൈക്യമേകീടുക ഗുരു കരുണാവാരിധേ വാരിജാക്ഷ. ഭൂഷാവർണാദിയാലീ ഭുവനമഖിലവും ഹന്ത മോഹിച്ചുരാഗദ്വേഷാപൂർണം വിഘൂർണം ശിവ ശിവ പറയാവല്ലമായാവിലാസം. ഭാഷാകർണാമൃതം മേ സുകൃതമിതു സദാ നാവുകൊണ്ടാസ്വദിച്ചാൽ നൂഴാ കർമാവലി വല്ലികളിലുടനവൻ പിന്നെ മുന്നേതുപോലെ. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ